നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവാനും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും ഒക്കെ തന്നെ. കൂടുതൽ പേരും ഇപ്പോൾ സെപ്പറേഷനിലാവാനാണ് ചാൻസ്. സെവൻ ഓഫ് പെന്റാക്കിൾസിൻ്റെ എനർജി പറയുന്നത് ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെ ഒരു ഒബ്സ്റ്റക്കിൾസ് റിലേഷൻഷിപ്പിനിടയിൽ ഒരു തടസ്സമായിട്ടുണ്ടോ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു തോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ചിന്ത അങ്ങനെ തന്നെ ആയിരിക്കാം. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് എന്തൊക്കെ അവർക്ക് ത്യജിക്കണമോ അതൊക്കെ തന്നെ വേണ്ടെന്ന് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങൾക്കും ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് അവരുടെ കറണ്ട് ഡീപ്പ് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചിന്തകൾ പോലും അവർക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ടാവും. അത്രത്തോളം ഒരു മെൻ്റലി അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം ഡീപ്പായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങളുടെ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കാർഡായിരുന്നു കിങ് ഓഫ് പെൻറ്റാക്കിൾസ് എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു ഇതാണ്. മീൻസ് ഇപ്പോൾ മേ ബി നിങ്ങൾ തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഫിനാൻഷ്യലി നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് ഫിനാൻഷ്യലി ഹൈ ലെവലായിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ച് അങ്ങനെ അത്തരത്തിലൊരു അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട്. അല്ലാതെ ചിലപ്പോൾ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് അങ്ങനെയുള്ള സോറി കേട്ടോ, എനിക്ക് തൊണ്ടയ്ക്ക് നല്ല പെയിനുണ്ട്, ഒരു ജലദോഷം പോലെയുണ്ട്, അതാണ് എൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് മീൻസ് അങ്ങനെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഈഗോ ഉള്ള ടൈപ്പ് ഒരു നേച്ചർ ആവാനാണ് ചാൻസ് നിങ്ങളുടെ പേഴ്സൺ. കിങ് ഓഫ് പെൻറ്റാക്കിൾസ് എനർജിയാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള നൈറ്റ് ഓഫ് കപ്സ് ആയിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി പറയുന്നത് ഈ ഒരു പേഴ്സൺ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് അത്രത്തോളം നിങ്ങളെ ഈ ഒരു സമയത്ത് അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ട് എന്ന് അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. നിങ്ങൾക്കും മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ ഫീലിങ്സ് പോലും ആ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് അറിയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. സോ അത്രത്തോളം ഒരു ഭയങ്കര ഇഷ്ടം നിങ്ങളോടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൊരു കാർഡ് സിക്സ് ഓഫ് വാൻസ് ആയിരുന്നു. ഈ ഒരു കാർഡ് എനർജി പറയുന്ന ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് പഴയതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ തന്നെ ആവണം എന്നവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ കടം. സിക്സ് ഓഫ് വാൻസിൻ്റെ കാർഡിൻ്റെ എനർജിയാണ് പറയുന്നത്. മീൻസ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വാല്യൂസ് ആണെങ്കിലും ഒക്കെ തന്നെ ആ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഫൈവ് ഓഫ് പെൻറ്റാക്കിൾസ് എന്നുള്ള കാർഡാണെങ്കിൽ തന്നെയും ഇവിടെ മനസ്സിലാവുന്നത് കാരണം ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമത്തിലാണ്, ഒരുപാട് സങ്കടത്തിലാണ്. കാരണം എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയൻ പോസിബിൾ ആവണം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലെങ്കിലും ഒന്ന് നടക്കണം, അങ്ങനെ അത്തരത്തിൽ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള അങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഫൈവ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജി പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് പോലും അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. മീൻസ് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലെയൊക്കെ തോന്നിയിട്ടുള്ളതായിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ മുൻപെങ്ങോ കണ്ടതുപോലെ, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ മുൻപ് എപ്പോഴോ സംസാരിച്ച പോലെയോ കണ്ടതുപോലെയോ അങ്ങനെയൊക്കെ ഒരു ഫീല് നിങ്ങൾക്ക് ആദ്യം തന്നെ തുടക്കത്തിലുള്ള പരിചയത്തിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. സോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, അതുപോലെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾക്കൊരു വിഷമം വരുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യും, അവർക്കൊരു വിഷമം അവരുടെ മനസ്സ് വിഷമിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ളതായിട്ടിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും കുറച്ചധികം പേർക്കെങ്കിലും നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് എന്നാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതേ രീതിയിൽ തന്നെ നിങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്ന, നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന, നിങ്ങൾക്ക് വേണ്ട സമയത്ത് ഒരു പോസിറ്റീവ് എനർജി തന്നുകൊണ്ടിരുന്ന, അങ്ങനെ അത്തരത്തിൽ നിങ്ങളെ കൂടുതലും മനസ്സിലാക്കി നിങ്ങളോട് ബിഹേവ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ സെപ്പറേറ്റഡ് ആണെങ്കിലും ആ ഒരു വ്യക്തിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനുള്ള ഒരു അത്തരത്തിൽ മീൻസ് അങ്ങനെ ഒരു കഴിവുണ്ട്. മീൻസ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വിഷമിക്കുന്നതും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണെ ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യമാണ് വീണ്ടും ഫൈവ് ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്. പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും ഇപ്പോൾ ഒരു സിറ്റുവേഷൻ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആണ്. അതുപോലെ തന്നെ കൂടുതൽ പേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം, നിങ്ങൾ കുറേയധികം ദൂരത്താണ്. സോ എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു ടിൻ ഫ്ലെയിം കണക്ഷനൊക്കെ ഉള്ളവരാണ് കൂടുതലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു മിററിങ് പോലെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണോ സോ അതൊക്കെ തന്നെ
തന്നെ അവർക്കും ഒന്ന് മനസ്സിലാവുന്നുണ്ടായിരിക്കും. സോ അത്തരത്തിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ മനസ്സുകൾ തമ്മിൽ കണക്റ്റഡ് ആണെന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ലാസ്റ്റായിട്ട് കിട്ടിയിട്ടുള്ള കാർഡായിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജി ഇത് മനസ്സിലാവുന്നത് ഇപ്പോൾ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സാഹചര്യം നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള ഒരു വാതിൽ തുറന്ന് കിട്ടുകയാണെങ്കിൽ അവർ ഓടി തന്നെ നിങ്ങളുടെ അടുത്ത് മീൻസ് അത്ര വേഗത്തിൽ തന്നെ നിങ്ങളുടെ അടുത്ത് എത്താനുള്ള എല്ലാ ഒരു അതായത് അത്രത്തോളം ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അരികിലേക്ക് വരാനാണ്. സോ അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങളിനിടയിൽ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിലേ ഉള്ളൂ. അതല്ലാണ്ട് ആ ഒരു കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു സമയത്ത് പോലും നിങ്ങളെ ആ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യിക്കാനായിട്ട് അവരിപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്പിരിച്വലി ഒരുപാട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു റിയൂണിയൻ പോസിബിൾ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സ്മൂത്തായിട്ട് തന്നെ തുടക്കത്തിലുണ്ടായിരുന്ന അതേ സ്ട്രെങ്തിൽ തന്നെ റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ടൊക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. സോ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്തപ്പോൾ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡായിരുന്നു. ഏസ് ഓഫ് വാൺസ് ആയിരുന്നു. ഈ ഒരു കാർഡിൻ്റെ എനർജിയിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ ഒരു കാർഡിൻ്റെ എനർജി പറയുന്നത് ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ അവരെ ഓർക്കുന്നുണ്ട്. ഒരു ഫിസിക്കലി ഉള്ള ഒരു മീൻസ് നേരിട്ട് കണ്ടുള്ള ആ ഒരു അത്ര ഒരു ബന്ധത്തിനേക്കാട്ടി കൂടുതൽ നിങ്ങളുടെ സ്പിരിച്വലായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആണ്. നിങ്ങളുടെ സോളുകളാണ് കൂടുതലും കണക്ഷൻ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മകൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരുന്നാലും ഒക്കെ നിങ്ങൾ ഓർക്കും. അത് കൂടാണ്ട് നിങ്ങളായിട്ട് ഇൻ കേസ് ഇനി ഓർത്തില്ലെങ്കിൽ കൂടിയും അവരുടെ പേരായിട്ടോ അല്ലെങ്കിൽ അവരെ പോലെ സാമ്യമുള്ളവരെ ഒക്കെ നിങ്ങൾ കാണുമായിരിക്കാം. അല്ലെങ്കിൽ അവരുമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ കേട്ടിരുന്ന സോങ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ അവരെ ഓർക്കാനുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരും. സോ അത്രത്തോളം ഒരു ഏസ് ഓഫ് വാൺസ് എനർജി അത്രത്തോളം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഭയങ്കര അട്രാക്റ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ്ഡ് ആയി നിങ്ങൾക്ക് അപ്പം നിങ്ങൾ കുറച്ച് നേരത്തിന് ആ ഒരു വ്യക്തി ഓർത്തില്ലെങ്കിൽ കൂടി നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പേര് എവിടെയെങ്കിലും കാണുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് അവർ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ നിങ്ങൾ കാണും. സോ അപ്പോൾ നിങ്ങൾ വീണ്ടും ആ ഒരു വ്യക്തി ഓർക്കും. അത്രത്തോളം നിങ്ങൾ ഭയങ്കര മനസ്സുകൾ കൊണ്ടിട്ട് കണക്റ്റഡ് ആണെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളൊരു കാർഡ് 2 ഓഫ് പെന്റാക്കിൾസ് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദ എംപറർ എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് കാർഡ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചേരും, അല്ലെങ്കിൽ അതിന് പറ്റിയിട്ടുള്ളൊരു സാഹചര്യം ആയിരിക്കില്ല. ദ എംപറർ എന്നുള്ള കാർഡാണെങ്കിൽ പറയുന്നത് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട്. പക്ഷേ ഒരുപാട് ചിലപ്പോൾ ഒരു കരിയർ വൈസ് ഉള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും. അങ്ങനെ ഒരുപാട് ഒരു കാർമിക് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നൊരവസ്ഥയായിരിക്കും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ. സോ അത്രത്തോളം ഒരു സ്ട്രഗിൾ ആ ഒരു പേഴ്സൺ നേരിടുന്നുണ്ടായിരിക്കും ഈ ഒരു അവസ്ഥയിൽ. എന്നിരുന്നാലും എന്ത് തന്നെ അവസ്ഥയാണെങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും, അതായത് ഒരുപാട് ചിലപ്പോൾ റെസ്പോൺസിബിൾ ആയിരിക്കാം, ഒരുപാട് കാര്യത്തിൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാളായിരിക്കും. കരിയർ വൈസ് ആണെങ്കിലും ഫിനാൻഷ്യൽ ആയിരിക്കലും ഫാമിലി ആയിരിക്കലും ആണെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ അവർ ഓർക്കുന്നത് അവർക്കൊരു ഹാപ്പിനെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനെങ്കിലും ഒരു പോസിബിൾ ആക്കുകയാണെങ്കിൽ മാത്രമേ അവരുടെ മനസ്സൊന്ന് ഹാപ്പി ആവുമെന്ന് അവർക്ക് ഇപ്പം തോന്നുന്നുണ്ട്.